ഇസ്രായേൽ ഹമാസ് വാർ പുതിയ തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അതായത് 2 ദിവസം കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് നോക്കുക. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി ജനതയോട് നടത്തിയ ടെലിവൈസ്ഡ് അഡ്രസ്സിൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള ഈ വാർ നിർത്താൻ പോകുന്നില്ല. അമേരിക്കയുടെ ആവശ്യം റിക്വസ്റ്റ് ഇസ്രായേൽ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ഹമാസിനെതിരെ വേട്ടയാടൽ തുടരുന്നു. അതിശക്തമായ രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് ഇൻറ്റൻസിറ്റിയും എയർ ഇൻറ്റൻസിറ്റി ഫൈറ്റും കുറച്ചിട്ടുണ്ട് എങ്കിലും ശരിക്കും റെയ്ഡ് നടക്കുന്നുണ്ട്. ശരിക്കും ആൾക്കാർ തട്ടുന്നുണ്ട്. എവിടൊക്കെയുണ്ട് അവിടൊക്കെ അങ്ങ് പോവുകയാണ്. അതായത് മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലി ഫോഴ്സ്, അതായത് കഴിഞ്ഞ 100 ദിവസം കഴിയുമ്പോൾ ഇപ്പോഴാണിത് കംപ്ലീറ്റ് സെറ്റായത്. അതായത് വാറിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രൊഫഷണൽ ഫോഴ്സ് സെറ്റ് ചെയ്യാൻ ടൈം എടുക്കും. അതൊരു ടൈമിംഗ് ആണ്. അപ്പം ഈ ടൈം എടുത്ത് ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് സെറ്റായത്. എന്താണ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത്? കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും ഹിസ്ബുള്ളയും ഇറാനെയും വെറുതെ വിടില്ല. കൃത്യമായിട്ട് പറഞ്ഞു. അതായത് മാസീവ് ഡിപ്ലോയ്മെൻ്റ് ആണ് ലെബനൻ ഭാഗത്തും ഈ ഇറാനിലോട്ട് എങ്ങനെ കയറണം. അതായത് ത്രില്ലടിച്ച് ഇരിക്കുകയാണ് ഇസ്രായേലി പട്ടാളക്കാർ. ആ രീതിയിലാണ് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് പെട്ടെന്ന് ഇസ്രായേലിൻ്റെ ഭരണാധികാരികൾ, ജോ ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷനും അമേരിക്കയും ആന്റണി ബ്ലിങ്കനും കാര്യം തള്ളിക്കളഞ്ഞതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താ? ഒരു കാര്യം കാണും. കാരണം അമേരിക്കയാണ് പെട്ടെന്ന് വെപ്പൺസ് കൊടുത്ത് സഹായിച്ചത്. ബൈഡൻ പെട്ടെന്ന് ആദ്യം വരുന്ന അമേരിക്കൻ ലീഡർ ഇസ്രായേലി വരുന്ന ബൈഡനായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്താ, ഇസ്രായേലി പ്രധാനമന്ത്രി പെട്ടെന്ന് നാഷണൽ ടെലിവൈസ്ഡ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യത്തിൽ അമേരിക്കയെ തള്ളിപ്പറഞ്ഞു. അതായത് കൃത്യമായി അയോവ എലക്ഷനിൽ, റിപ്പബ്ലിക്കൻ പാർട്ടി എലക്ഷനിൽ ട്രംപ് വിജയിച്ചു. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. കൃത്യമാണ് സംഭവം. അതിൻ്റെ പേരിൽ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഈ ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ സംസാരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുത്തേക്കാണ്. അതാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരു കാരണവശാലും ഹമാസിനെ 1% പോലും, അതായത് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവുകയില്ല. അതും പറഞ്ഞു. 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഇനി ഇസ്രായേലേ ഉള്ളൂ. കാരണം വീണ്ടും അദ്ദേഹം ആ അഡ്രസ്സിൽ പറയുന്ന ആ പ്രസംഗത്തിൽ പറയുന്നത്, ഇനിയും ഒരു ഇസ്രായേലിയും ഒരു ജൂതനും ഇവിടെ ഈ പറയുന്ന ടെറർ അറ്റാക്കിൽ മരിക്കാൻ ഞങ്ങൾ ഇടവരികയില്ല, വരുത്തുകയില്ല. അതിനെന്തൊക്കെ വേണം അത് ഞങ്ങൾ ചെയ്യും. അത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളോട് പല ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ തള്ളിക്കളയുന്നു. ഇത് ഞങ്ങളുടെ സെക്യൂരിറ്റിയുടെ ആവശ്യമാണ്. തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. നോക്കുക, ഇന്നുണ്ടായ പ്രത്യേക ഡെവലപ്മെൻറ്റ്. ഇന്ന് സിറിയയിൽ ബെയ്റൂട്ടിൽ വെച്ച് ഇറാനിൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാർ, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ആർമിയുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ, അതായത് മന്ത്രിമാരെക്കാളും മുകളിൽ അവരുടെ സീനിയർ അഡ്വൈസേഴ്സ്, അവരെ തട്ടി. അതും ബെയ്റൂട്ടിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സോണിൽ വെച്ചാണ് ഇവരെ തട്ടുന്നത്. അതിൻ്റെ കൂടെ സിറിയയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസിൻ്റെ ഡെപ്യൂട്ടി ചീഫ്, അയാളെയും തട്ടി. ഒരു കാരണം മനസ്സിലാക്കണം, ഇവരെ തട്ടിയ കാര്യം ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടില്ല. ഇറാൻ്റെ ന്യൂസ് ഏജൻസിയാണ് പറയുന്നത് ഇത്രയും പേരെ ഇന്ന് രാവിലെ 10:20 ഇസ്രായേലി ഫോഴ്സ് പ്രിസിഷൻ ബോംബിൽ തട്ടി. ഇപ്പോഴും ഇസ്രായേലൊന്നും മിണ്ടിയിട്ടില്ല. അതാണ് അവരുടെ ഒരു രീതി. തട്ടിക്കഴിഞ്ഞാൽ അവർ പറയത്തൊന്നുമില്ല തട്ടിയെന്ന്. അപ്പം തട്ട് കിട്ടിയവൻ പറയുവാണ് എന്നെ തട്ടി, എൻ്റെ ആൾക്കാരെ തട്ടുന്നു. വളരെ സിമ്പിളായിട്ടായി പോകുന്നത്. അതുപോലെ മറ്റൊരു കാര്യം മനസ്സിലാക്കുക,
ഇസ്രായേൽ എന്ന് പറഞ്ഞ ഫോഴ്സ് സെറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവർ ഇനി ഏകദേശം 4 രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് വരുവാണെങ്കിൽ പോലും അവരെ നേരിടാൻ ഇസ്രായേൽ ആർമി തയ്യാറായി. അതും കൂടെയാണ് ഞങ്ങൾ പോകും, ഞങ്ങളെ തടയാൻ കഴിയില്ല. ഇന്റർനാഷണൽ കോർട്ടിൽ എന്ത് കോടതി പറഞ്ഞാലും ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. അതായത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഒരു രാജ്യത്തെ തൊട്ട് കളിച്ചപ്പോൾ, അവരെ നോവിച്ചപ്പോൾ പിന്നീട് ആ രാജ്യമില്ലാതായിപ്പോയി. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അമേരിക്കയുടെയും ഞങ്ങളുടെ പല സുഹൃത്തുക്കളുടെ ആവശ്യം തള്ളിക്കളയുന്നു. ഇന്ത്യയുടെയും ആവശ്യം അതാണ് 2 സ്റ്റേറ്റ്. ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ആ ഒരു കാരണവശാലും ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തെ അത് സമ്മതിക്കില്ല. മനസ്സിലാക്കുക, ഇന്ന് ഇസ്രായേൽ ഭരിക്കുന്നത് ജോയിൻ്റ് ആയിട്ടുള്ള ഒരു മുന്നണിയാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ജോയിൻ്റ് ഡിഫൻസിൻ്റെ ചീഫ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ്. അതായത് ഇസ്രായേലി പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. വളരെ ക്ലാരിറ്റി ഉണ്ട്, ക്ലിയറാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പത്രപ്രവർത്തകരും അമേരിക്കൻ ഡിഫൻസ്, അതായത് പെൻറ്റഗണിനോട് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി വളരെ രസകരമായ മറുപടിയായിരുന്നു. എപ്പോഴും ഇസ്രായേൽ പറയുന്നത് 2 സ്റ്റേറ്റ് സമ്മതിക്കില്ല എന്നാണ്, പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡ് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതായത് അമേരിക്കയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് അത് ഇസ്രായേലിലും കയറി റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതാണ് പെട്ടെന്ന് പറഞ്ഞ് ബൈഡൻ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കില്ല. അതേപോലെ മറ്റൊരു കാര്യം വളരെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു പോയിന്റാണ്. എപ്പോഴും ഇറാനെയും ഹിസ്ബുള്ളയും ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇപ്പോൾ തിരിച്ചടിക്കും, നാളെ തിരിച്ചടിക്കും, ഇപ്പോൾ തിരിച്ചടിച്ചു. എത്ര പേരാ ഇറാൻ്റെ സീനിയറായിട്ടുള്ള ഡിഫൻസ് ആൾക്കാരെ തട്ടുന്നത്? അവർക്ക് തൊടാൻ പറ്റിയോ? ഹിസ്ബുള്ള വീണ്ടും 40 കിലോമീറ്റർ പുറകോട്ട് പോയി പേടിച്ചിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ആർമിയാണ്. അവൻ സെറ്റായി കഴിഞ്ഞാൽ സെറ്റായി. കാരണം ഒരു ഡിഫൻസ് ഫോഴ്സ് മൊബിലൈസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ മിനിമം 65 to 75 100 ഡേയ്സ് എടുക്കും. കാരണം വാറിൻ്റെ കൂടാണ് അവൻ സെറ്റായത്. അപ്പോൾ പലർക്കും ട്രെയിനിങ്, അവർ കംപ്ലീറ്റ് സെറ്റായി. ഏത് സമയത്ത് ഇറാനെ കയറിത്തട്ടെ. അപ്പോൾ ഇറാൻ ഇറാനെ പ്രൊവോക്ക് ചെയ്തിട്ട് പോലും, ഇത്രമാത്രം സീനിയർ ആൾക്കാരെ തട്ടിയിട്ട് പോലും ഇറാൻ മിണ്ടുന്നുണ്ടോ? അതാണ് ചോദ്യം. ഇറാൻ കംപ്ലീറ്റ് സൈലൻ്റ് അല്ലയോ? ഒരു ഭാഗത്ത് പാകിസ്ഥാനിന് അടിക്കുന്നു, അവർ ഇറാഖിൽ കൊണ്ട് ബോംബിടുന്നു, സിറിയയുടെ ഒരു ഭാഗത്ത് കൊണ്ട് ബോംബിടുന്നു. എന്നാൽ നേരിട്ടടിക്കുന്ന ഇസ്രായേൽ, അവിടെ നിന്ന് കയറി അവിടെ ബോംബിട്ടാൽ ഗെയിം മാറും. അതാണ് എസ്കലേഷൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. ഇതാണ് ആദ്യം മുതൽ ഞാൻ പറയുന്നത്. ഈ പ്രൊഫഷണൽ ഫോഴ്സിനോട് പിടിച്ചു നിൽക്കാൻ അൺപ്രൊഫഷണൽ ഫോഴ്സിന് സാധിക്കുകയില്ല. കാരണം ലേറ്റസ്റ്റ് വെപ്പൺസും ടെക്നോളജിയും വെച്ചും സാറ്റലൈറ്റ് സ്പൈയും കൂടെ നടക്കുന്ന ഇസ്രായേലുമായിട്ട് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? എന്താണിന്ന് ഗാസയുടെ സ്ഥിതി? താറുമാറായി. 100 കെട്ടിടം എടുക്കുകയാണെങ്കിൽ 80 കെട്ടിടവും പൊളഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതല്ല, UN പറഞ്ഞത്. എങ്ങോട്ട് പോകും? അതായത് ഗാസയിലുള്ള പാലസ്തീൻകാർ ഇനി എങ്ങോട്ട് പോകും? ഇതാ ചോദ്യം. കേരളത്തിലെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവരെന്ന് മനസ്സിലാക്കണം, അവരെങ്ങോട്ട് പോകും? നിങ്ങൾ ഹമാസിനെ പിന്തുണച്ചു. അപ്പോൾ ഹമാസ് എവിടെ പോയി? ഹമാസിൻ്റെ അനക്കം എവിടെ ഉണ്ട്? ഓരോ ആൾ ഇപ്പോഴീ ഖത്തറിൽ വരുന്ന അവരെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഏതാണ്ട് തീർന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് വാനിഷായി പോകും. കംപ്ലീറ്റ് ഇസ്രായേലിൻ്റെ കയ്യിൽ പോയി. ഇതാണ് ഒക്ടോബർ 7 ഹമാസ് ഉണ്ടാക്കി കൊടുത്ത വലിയ സംഭാവന പാലസ്തീനുകൾക്ക്.